guys, welcome back to our channel. It's me Priyanka and I hope you all are doing great. So guys, today I am going to react on another scene from the movie Avesam. And दोस्तों जो previous video था, it was really very fun type of scene and बहुत ज़्यादा interesting था, entertaining भी था. And I just love the character Ranga. Wow, what a character it is, guys. Surely that character going to make you laugh a lot. So let's see अभी रंगा का और कितना कहानी है सुनने के लिए. And let's see आगे कहानी में क्या कुछ होता है. For that अगर आप लोग चैनल पे नए हैं then जल्द सब्सक्राइब कर लो. Do subscribe and keep supporting me. And also don't forget to click on that bell icon to get notification of my upcoming videos. So let's get started the video. എന്താണ് പെട്ടെന്ന് തീരുമാനമൊക്കെ മാറിയത്? भाई साहब कितना खतरनाक. കുടിച്ചിട്ട് ഭിത്തി തെറിച്ച അയാളുടെ ചോരയുടെ മേളിൽ ചുമന്ന പെയിന്റ് അടിച്ച് എന്നിട്ട് അതിന്റെ മുന്നിൽ അണ്ണം നിന്നുകൊണ്ട് ഒരു അലർജി ഉണ്ട്. അമ്മയുടെ കണ്ട ഞാൻ കണ്ടില്ല, പക്ഷെ കണ്ട ആൾ ഇതേം ബാക്കിൽ എന്നോട് പറഞ്ഞു. ആ എന്നിട്ട് അയാളൊരു പ്രത്യേക സാഹചര്യത്തിൽ അണ്ണൻ തന്നെ ഒന്നാ ഇല്ല പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്തിട്ട് 5-6 വർഷമായിട്ടുള്ളൂ. നാട്ടിലൊരു തല്ലേസാറിന് ഒളിവിൽ വന്ന പിന്നെ പോയില്ല. അമ്പാണ് ഇതെന്താ എല്ലാവരും ഭയങ്കര ബോധം. അതെ, ഇവിടെ ഇങ്ങനെ തോന്നിയാസം പോലെ കയറി വരാനൊന്നും പറ്റത്തില്ല. അന്തസ്സുള്ളവർ നടത്തുന്ന ഹോസ്റ്റല, മനസ്സിലായോ? എന്ത് പറ്റി? हॉस्टल से लेकर इसके घर पे ले आया. ഹലോ ചേട്ടാ. എടാ മോനെ, ആ ചേട്ടാ, മണ എങ്ങനുണ്ട്? എന്താട്ടാ കേട്ടില്ല. മനയാ? ആ, ഇത് ചേട്ടന്റെ വീടാണോ? വേള കേട്ടോ. ഇത് നമ്മുടെ ലിവിംഗ് റൂം. എങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ട? ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്. Oh അളിയാ, भाई साहब खजाना. ഇനി അൽമാര നോക്ക്. എടാ മിച്ചർ മതിയാ? അയ്യോ ചേട്ടാ, മതി മതി. ഇനി വീടിന്റെ പുറത്ത് ഗെറ്റ് ഔട്ട് സൈഡ്. പുറത്താ? ഇനിയുണ്ടോ? പുറത്തും പിയറാ. പച്ച വണ്ടി കഴിഞ്ഞാൽ ഞാൻ ഫേവറേറ്റ് വണ്ടി നീല വണ്ടി. ഇനി നിന്നെ. എടാ മോനെ, ലൈസൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ എന്റെ ലൈസൻസ് അമ്മാന്റെ അടുത്തുണ്ട്, അത് വാങ്ങിച്ചു. लेकिन रंगा इतना क्यों हेल्प कर रहा है? കൊള്ളാലോ. പുതിയ വണ്ടിയാണോ? കാണിച്ച് താക്കോല് താടാ. എടാ താക്കോല് താടാ. ആ എന്നാടാ. കാര്യം നിങ്ങളെ കുട്ടിയുടെ പിള്ളേരൊക്കെ തന്നെ. പക്ഷെ ഫസ്റ്റ് ഇയറിൽ തന്നെ ബുള്ളറ്റ് വരുമ്പോൾ അത് ബാക്കി സീനിയേഴ്സിന് ഒരു വിഷമാവില്ല. അവനും കുട്ടിയുടെ പിള്ളേരൊക്കെ തന്നെയാണ്. അതുകൊണ്ട് മക്കളെ ബുള്ളറ്റിന് വരണ്ട.
വീടൊക്കെ എടുത്തു കേട്ടു. നമ്മളൊന്ന് വിളിക്കുന്നില്ലേ? കൊണ്ടുപോകുന്നുണ്ട് ഒരു ദിവസം. ആ ഐ ആം വെയിറ്റിംഗ്. ഇവൻ ഇന്ന് തന്നെ രംഗച്ചേട്ടൻ തുറന്നു കിടിപ്പിച്ചാലാ? എടാ അതിന് തെങ്ങഞ്ചേട്ട ആരെ തല്ലത്തില്ലല്ലോ. അതിന് അയാള് തല്ലാണ്ട ഗുണ്ടകള് തല്ലിയാ പോരെ? എടാ അതിന് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അവനെ ചെന്നടിക്കുന്ന എന്തോ ഇത്ര ഉറപ്പ്? ടൈം ആവട്ടെ. അതെന്തുവാ? എടാ പുള്ളി നമുക്ക് ഈ ബൈക്കും കള്ളും വീടും ഒക്കെ തന്നില്ലേ, നമുക്ക് പോയി പറയാം. എടാ അപ്പൊ അയാൾക്ക് മനസ്സിലാവത്തില്ലടാ നമ്മൾ അവനെ അടിക്കാൻ അയാളുടെ അടുത്ത് പോയെന്ന്. എടാ അപ്പൊ നമ്മളിത് പറയുന്നില്ലേ? ടൈം ആവുമ്പോ പറയും. എന്നാ ഒരു ചായ കുടിക്കാം. ഇനി അതിനും ടൈം ആവണോ? ചേട്ടാ ഒന്ന് ചായ. എനിക്കും കൂടെ ചായ. എടാ എനിക്കൂടെ. ആ മൂഞ്ചിട്ട് സോറി. ടൈമായി. ಅವನೇ ಹಿಡ್ಕೊಡ್ಬೇಕು. വിടണ്ണ, അത് ഉള്ളിത്തോല് കേസല്ലേ, വിട്ടുകളാ. നാം മുന്തേ നാം കൊടുക്കറ തൊട്ടാ ആവശ്യത്തിന് കൊടുത്തല്ലേണ്ണ, വേണമെങ്കിൽ നീ കൊടുക്ക. ഇരിക്കണ എങ്കിയാക്കി പിടിക്കും. എന്ത് കഷ്ടണോ ഇരിക്കണോന്ന്. രംഗച്ചേട്ടനെ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ പരിചയപ്പെടേണ്ടായിരുന്നല്ലേ? എങ്കിൽ സീനിയേഴ്സിന്റെ അടുത്തുനിന്ന് നമ്മൾ ഇത്രയും തല്ല് കിടന്ന് കൊള്ളേണ്ടി വരത്തില്ലായിരുന്നു. ആ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കൊള്ളേണ്ട കൊണ്ടില്ലേ? ഓ എന്തോരം ഇടിയാ കിട്ടിയ. ചതവ് മാറാൻ തന്നെ എത്ര ദിവസം എടുത്തു. എന്നിട്ട് എന്താട്ടാ നിങ്ങളുടെ സീനിയേഴ്സ് എന്നിട്ട്? അതൊന്നും ഇല്ലാട്ടാ, ചുമ്മാ കോളേജിലെ സീനിയേഴ്സ്. അതൊന്നുമില്ല ഏട്ടാ. നമ്മളെ സീനിയേഴ്സ് റൂമിൽ പൂട്ടിയിട്ട് നല്ല അടി അടിച്ച്. വേറെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് കുറെ ചതവും മുറിവൊക്കെ. എന്നിട്ട് നിങ്ങൾ തിരിച്ചടിച്ചില്ലേ? നിങ്ങൾ തിരിച്ചടിച്ചില്ലേ? അയ്യോ ചേട്ടാ, അവരൊക്കെ അത്യാവശ്യം ലോക്കൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്. എന്നോടാ അയ്യോ വേണ്ടട്ടാ, കുഴപ്പമില്ല, വിട്ടുകളാ. നിങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അടിക്കും. വേണ്ട, ഇന്ന് വേണ്ട, നാളെ കോളേജിൽ എല്ലാരെ ഫ്രണ്ടിട്ട് ഇടിക്കണം. ഗുഡ് ഐഡിയ. ഗുഡ് ബൈ ബേബി. Good idea. വിളിച്ചു നോക്കടാ.
ഒരു ചായയോടെ പറഞ്ഞാലോ? എന്തിന്? ചായ പിടിച്ച് വയറ് കയറാം. രംഗജനം വന്നു. വാ. എടാ മോനെ, അണ്ണാ എന്തായി? ಏನೋ ആരെങ്കിലും വരാണ്ട? നിങ്ങൾ മാത്രമേ ഉള്ളോ? വേറെ ആരും ഇല്ലേ? ഇന്ന് ഹാപ്പി ഹോളി അൽവാ, എല്ലാവരും ലീവ്. അല്ല, അവരൊരുപാട് പേരുണ്ട്. നിങ്ങളവർ വിളിക്ക്. ബാക്കി ആണോ? വീണ്ടും തല്ലുകൊള്ളേണ്ടി വരുവിളിയാ. അമ്മ എല്ലാത്തിനും പറഞ്ഞോട്. അണ്ണനൊരു സ്പെഷ്യൽ ചായ, ബാക്കി ഒരു 3 നോർമൽ ചായ. പുള്ളി എന്തേലും കണ്ടിട്ടുണ്ടാവൂടാ. ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ആൾക്കാരെ കാണണം. നീ ഒരു കാര്യം ചെയ്യ്, വിളി. അല്ലെങ്കിൽ വേണ്ട, നീ വിളി. വേണ്ട, ഞാൻ വിളിച്ചോളാം. ആ എന്താണ്? എവിടാ മലരെ നീ? ഞാൻ കുട്ടേട്ടനാടാ. എടാ നിന്നെ തരടാ കുട്ടി പട്ടി. ഞാൻ നിനക്ക് നമ്പർ മാറി പോയാൽ അങ്ങനെ നിന്നെ തന്നെ പറഞ്ഞില്ലടാ. ഞാൻ നീ കുടിച്ചിട്ടുണ്ടോ അമ്മേ? എടാ ബോധത്തോടെ എന്നടാ സംസാരിക്കണം. നീ എവിടെ ഉണ്ടെന്ന് പറയടാ മോനെ. നീ എവിടെയുണ്ടോ? ഞങ്ങളിതാ കോളേജിന്റെ വിളിയുണ്ട്. നീ ഇങ്ങോട്ടോ. അളിയാ, എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്നറിയും? രംഗച്ചേട്ടന്റെ മുമ്പിൽ വെച്ച് അവൻ എന്റെ കവാലം മുളക്ക് ഓർമ്മ തരണം. അതെന്തായാലും കിട്ടൂടാ. Seniors versus juniors. ಏನೋ ಪೋಸ್ಟ್ ಕೊಡ್ತಾ ಇದೀಯಾ? ಹೋಗು, ಜಾವ್ ಫೈಟ್ ಕರೋ. ಅಬ್ಬಾಟ್, ನಾನ್ ಕಂಡಿಲ್ಲ. കൊള്ള. ഓക്കെ പിന്നെ പോസാ. എന്താണ് അവിടെ? സംഘട്ടൻ. അമ്പാനെ കളിച്ചത് മതി, അഴിച്ചു കളഞ്ഞിട്ട് പറ. Amban is really very powerful. Lanka, I think this is Lanka here.
ಚಿಪ್ಪ ಹೈಕ್ ಕಮ್ಮಿ ಐತೆ ರಿಟೈರ್ಮೆಂಟ್ ಬೇಕಾ ಮುಚ್ಚೋದು ಯಾಕೆ? ഇവർ എന്റെ പിള്ളേരാ രംഗയുടെ പിള്ളേര് യാരെങ്കിലും ഇവർ തൊട്ടാ ഇതായിരിക്കും അവരുടെ ഭാവി ശ്രദ്ധിച്ചോ ಇವರು ನನ್ನ ಹುಡುಗರು ಎವನಾದ್ರೆ ಇವರು ಟಚ್ ಮಾಡಿದ್ರೆ ಅವ್ರಿಗೆಲ್ಲ ಇದೆ ಗತಿ ಹುಷಾರ್ तुम लोग मेरी बात ध्यान से सुन लो അണ്ണാ മതി പോവാന്ന് എല്ലാവർക്കും മനസ്സിലായി ഹിന്ദി വേണ്ട വേണ്ട എന്റെ ആവശ്യം ओके हैप्पी होली गाइस यहाँ हो गया हैप्पी होली एंड रांगा को देखने के बाद मुझे लग रहा है कि वाई इज नॉट डूइंग फाइट लाइक रांगा सिर्फ ऑर्डर ही देता है रांगा खुद फाइट क्यों नहीं करता है पास्ट में बहुत सुनने को मिला है कि वो ऐसे करता था वैसे करता था बट कोई देखा नहीं है कि वो कभी फाइट किया है बट यहाँ सिर्फ वो ऑर्डर देता है एंड उसके जो आदमी हैं वो लोग फाइट करते हैं एंड वह जो ओल्ड एज का जो था ना आदमी वो भाई साहब द वे ही वॉज फाइटिंग ही इज़ वेरी फिट एट दिस एज ऑल्सो एंड द वे ही वॉज फाइटिंग दैट इज़ रियली अमेजिंग एंड बहुत ही फन टाइप का सीन था एंड यहाँ से ये 3 लड़के मिलकर उस सीनियर्स को बुलाए एंड इन सीनियर्स लोगों का तो पूरा हैप्पी वाला होली हो गया एंड रांगा का जो एक्सप्रेशन था वो बहुत ही आपको हंसाएगा वो सिर्फ एक ही आपको डायलॉग सुनने को मिलेगा अरे मैं भी देखूंगा ये कैसे फाइट करे मतलब वो बहुत ही फनी था सो लेट्स सी अभी क्या होता है एंड रांगा भी अनाउंसमेंट 2 बार कर चुका है 3rd टाइम करने वाला था लेकिन नहीं किया बिकॉज अम्बन उसको रोक दिया सो अनाउंसमेंट ये किया है कि अभी ये रांगा के लड़के हैं तो कोई भी इनको टच नहीं करेगा अगर किया तो उनका भी इस तरह का ही हाल होगा सो लेट्स सी स्टोरी में क्या कुछ देखने को मिलता है एंड आई होप यू लाइक दिस वीडियो एंड इफ यू हियर फॉर द फर्स्ट टाइम डोंट फॉरगेट टू लाइक एंड सब्सक्राइब माय चैनल फिर मुलाकात हुई और किसी रिएक्शन वीडियो के साथ तब तक बाय बाय।